അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഗുണപാഠ കഥ. തഖ്വയുടെ മഹത്വം. ദമാസ്കസിൽ മസ്ജിദ് തൗബ എന്നു പേരുള്ള അനുഗ്രഹീതവും മനോഹരവുമായ ഒരു പള്ളിയുണ്ട്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ പലതരത്തിലുള്ള പാപങ്ങൾ നടമാടിയിരുന്ന ഈ സ്ഥലം അക്കാലത്തെ ഒരു രാജാവ് വിലക്ക് വാങ്ങി ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. അതിനാലാണ് ആ പള്ളിക്ക് മസ്ജിദ് തൗബ എന്ന പേര് സിദ്ധിച്ചത്. ഏകദേശം 70 വർഷമായി ഷെയ്ഖ് സലീം അൽ സുയൂത്തി എന്ന ഒരു മുറബിയായ ഷെയ്ഖ് അവിടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിച്ചിരുന്നു. നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ ആസ്വദിക്കുകയും അവരുടെ മതപരമായ കാര്യങ്ങളിലും അവരുടെ ഭൗതിക കാര്യങ്ങളിലും അദ്ദേഹത്തോട് അഭിപ്രായം ആരായുകയും പതിവായിരുന്നു. ദരിദ്രനും എന്നാൽ ആത്മാഭിമാനിയുമായ മാതൃകായോഗ്യനായ ഒരു വിദ്യാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. പള്ളിയിൽ തന്നെ ഒരിടത്ത് കഴിഞ്ഞു കൂടിയിരുന്ന അവന് 2 ദിവസമായി പട്ടിണിയായിരുന്നു. കാരണം കഴിക്കാൻ അവന്റെ കയ്യിൽ ഭക്ഷണവുമില്ല, ഭക്ഷണം വാങ്ങാൻ പൈസയുമില്ല. 3-ാം ദിവസമായപ്പോൾ താൻ മരിച്ചു പോകുമോ എന്നവൻ ഭയന്നു. ഇനി എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവൻ ചിന്തിച്ചു. ചത്ത മൃഗത്തെ ഭക്ഷിക്കുന്നതും ആവശ്യമുള്ളത്ര മോഷ്ടിക്കുന്നതും അനുവദനീയമാക്കുന്ന അത്യാവശ്യ ഘട്ടത്തിൽ താൻ എത്തിയിരിക്കുന്നുവെന്ന് അവൻ സ്വയം കരുതി. ശവം തീനിയാവുന്നതിനേക്കാൾ ഒരൽപ്പം മോഷ്ടിച്ച് കഴിക്കാമെന്നവൻ കരുതി. അലി തൻത്വാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ കഥ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലെ കഥാപാത്രങ്ങളെയും വിശദാംശങ്ങളെയും എനിക്ക് നേരിട്ടറിയാം. ഞാനിവിടെ കഥ പറയുക മാത്രമാണ്, അതിന്റെ ഗുണദോഷങ്ങളെ വിലയിരുത്തുന്നില്ല. മസ്ജിദ് ഒരു പുരാതന ഗ്രാമത്തിലാണ്. തൊട്ടു നിൽക്കുന്ന വീടുകളോട് ചേർന്ന് നിൽക്കുന്ന മേൽക്കൂരകളിലൂടെ ഒരാൾക്ക് വീടുകളുടെ തുടക്കം മുതൽ അവസാനം വരെ നടന്നു നീങ്ങാൻ കഴിയുമായിരുന്നു. പള്ളിയുടെ മുകളിൽ നിന്ന് അവൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മേൽക്കൂരയിലൂടെ നടന്നു. അവന് ചില സ്ത്രീകൾ കണ്ടെങ്കിലും അവൻ തന്റെ നോട്ടം താഴ്ത്തി കാണാത്ത ഭാഗത്തേക്ക് നടന്നു. പിന്നെ അതിനടുത്തുള്ളൊരു ശൂന്യമായ വീട് കണ്ടു. ആ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ ഗന്ധം ഒരു കാന്തം പോലെ അവൻ അതിലേക്ക് ആകർഷിച്ചു. വീട് ഒരു നിലയായിരുന്നു. അതിനാൽ അവൻ മേൽക്കൂരയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ചാടി. അവൻ വീട്ടിൽ കയറി അടുക്കളയിലേക്ക് തിടുക്കത്തിൽ പോയി. പാചകം ചെയ്ത വഴുതനങ്ങ അവൻ കണ്ടു. അവൻ അതിലൊരെണ്ണം എടുത്ത് കടിച്ചു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചൂട് കാര്യമാക്കിയില്ല. പക്ഷേ പെട്ടെന്ന് ശരിയായ ബോധവും തഖ്വയും അവനിലേക്ക് മടങ്ങി വന്നു. പിന്നെ അവൻ അത് തിന്നില്ല. അവൻ സ്വയം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. ഞാനൊരു മുതഅല്ലിമാണ്, മസ്ജിദിലാണ് എന്റെ താമസം. എന്നിട്ടും ഞാൻ വീടുകളിൽ കയറി മോഷ്ടിക്കുന്നു. അല്ലാ, എനിക്ക് പുറത്തു തരേണമേ. ചെയ്ത കുറ്റമോർത്തവൻ ഖേദിച്ചു. അവൻ വഴുതനങ്ങ തിരിച്ചു വെച്ചു. അവൻ അവിടെ നിന്ന് പള്ളിയിലേക്ക് മടങ്ങി. ശേഷം ഷെയ്ഖിന്റെ ക്ലാസ്സിൽ പോയി ഇരുന്നു. വിശപ്പിന്റെ കാഠിന്യം കാരണം പഠിക്കുന്നത് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോയപ്പോൾ ബുർഖ ധരിച്ചൊരു പെണ്ണ് വന്നു. അക്കാലത്ത് ഹിജാബ് ധരിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. അവൾ ഷെയ്ഖിനോട് പതിഞ്ഞ സ്വരത്തിൽ എന്തോ സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് ഷെയ്ഖ് ചുറ്റും നോക്കി. അവനെ അല്ലാതെ ആരെയും കാണുന്നില്ല. അവനെ വിളിച്ച് അവനോട് ചോദിച്ചു, മോനെ, നീ വിവാഹിതനാണോ? അവൻ പറഞ്ഞു, ഇല്ല. ഷെയ്ഖ് ചോദിച്ചു, നിനക്ക് വിവാഹം കഴിക്കണോ? അവനൊന്നും മിണ്ടാതെ നിന്നു. ഷെയ്ഖ് അവനോട് പറഞ്ഞു, പറയൂ, നിനക്ക് വിവാഹം കഴിക്കണോ? അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു റൊട്ടി വാങ്ങാനുള്ള കാശ് പോലുമില്ല. അല്ലാഹുവിൽ സത്യം, പിന്നെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? ഷെയ്ഖ് പറഞ്ഞു, ഈ സ്ത്രീ തന്റെ ഭർത്താവ് മരിച്ചുവെന്നും
തനിക്ക് ഈ ലോകത്ത് വയോധികനായ ഒരമ്മാവനല്ലാതെ മറ്റാരുമില്ലെന്നുമാണ് എന്നോട് പറഞ്ഞത്. അവൾ തന്റെ കൂടെ കൊണ്ടുവന്നിരുന്ന അമ്മാവനെ അദ്ദേഹം അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവൾക്ക് അവളുടെ പരേതനായ ഭർത്താവിന്റെ വീടും സ്വത്തുക്കളും അനന്തരാവകാശമായി ലഭിച്ചിട്ടുണ്ട്. അവൾ ഒറ്റക്കാവാതിരിക്കുവാനും അള്ളാഹുവിന്റെയും പരിശുദ്ധ കൽപ്പന അനുസരിച്ചും കുഴപ്പക്കാരുടെ ശല്യം അവൾക്കുണ്ടാകാതിരിക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരവും പ്രവാചകരുടെ സുന്നത്തുമനുസരിച്ചും അവൾ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്താൻ അവൾ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, അതെ, ഞാൻ തയ്യാറാണ്. ഷെയ്ഖ് അവളോട് ചോദിച്ചു, നീ ഇവനെ ഭർത്താവായി അംഗീകരിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, അതെ. അവൻ അവളുടെ അമ്മാവനെയും 2 സാക്ഷികളെയും വിളിച്ചു. മഹർ തന്റെ ശിഷ്യന് വേണ്ടി ഷെയ്ഖ് തന്നെ നൽകി സഹായിച്ചു. അവനോട് പറഞ്ഞു, അവളുടെ കൈ പിടിക്കൂ. അവളും അവന്റെ കൈ പിടിച്ച് അവനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി അവൾ അവളുടെ മുഖമക്കനെ തുറന്നു. അവൻ നോക്കിയപ്പോൾ യുവതിയും സുന്ദരിയുമാണ് തന്റെ ഭാര്യ. അവൻ കുറച്ചു മുമ്പ് മോഷ്ടിക്കാൻ വന്ന വീട്ടിലാണ് താൻ എത്തിയിട്ടുള്ളത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ അവനോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചാലോ? അവൻ പറഞ്ഞു, അതെ, കഴിക്കാം. അവൾ പാത്രത്തിന്റെ മൂടി തുറന്ന് കടിച്ചിരുന്ന വഴുതനങ്ങ കണ്ടപ്പോൾ തന്നെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്നും വഴുതനങ്ങ കടിച്ചിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, ആരോ വീട്ടിൽ കയറി വഴുതനങ്ങ തിന്നിരിക്കുന്നു. വിചിത്രമായ സംഭവമാണിത്. അവൻ കരഞ്ഞുകൊണ്ട് അവളോട് കഥ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിങ്ങൾ ഹറാമായ ഒരു വഴുതനങ്ങയിൽ നിന്ന് വിട്ടുനിന്നു സൂക്ഷിച്ചപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ആ വീടും വീട്ടുകാരെയും മുഴുവൻ ഹലാലായ രൂപത്തിൽ സമ്മാനിച്ചു. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒഴിവാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് അതിന് പകരമായി അതിനേക്കാൾ ഉത്തമമായത് നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.